കണ്ണ തുമ്പി. സോറി, അറിയാതെ പാട്ട് പാടി. എന്ത് ചെയ്യാനാ, ഞാനൊരു പാട്ടുകാരനല്ലാതായിപ്പോയി. അറിയാതെ എന്നാലും പാടിപ്പോകും ഒരു വൃത്തികെട്ട സ്വരത്തിൽ. കഷ്ടം. സ്പീഡ് 35 ഉള്ളൂ. ഞാൻ അറിയാണ്ട് കയറ്റി വിട്ടു. ക്ഷമിക്കണേ പോലീസേ, ഇവിടെ കിടപ്പുണ്ടെങ്കിൽ. അറിയാതെ പോയതാണേ. കുറേ കാലമായി ടിക്കറ്റ് കിട്ടിയിട്ട്. ഇപ്പോൾ കിട്ടാൻ സമയമെന്നാണ് തോന്നുന്നത്. അശ്രദ്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പീഡോമീറ്റർ നോക്കിയില്ലെങ്കിൽ എപ്പോഴാണ് പോലീസ് പിടിക്കാമെന്ന് അറിയാൻ പറ്റില്ല. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോയറെ കാണണം, അയാൾക്ക് ഫീസ് കൊടുക്കണം, കോടതിയിൽ പൈസ കെട്ടണം കൗണ്ടിക്ക് വേണ്ടി. എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ. പക്ഷെ നാട്ടിലെ പോലെ തല്ലൊന്നും കിട്ടില്ല കേട്ടോ. തെറിയൊന്നും പറയില്ല. സർ എന്ന് വിളിച്ചൊരു ടിക്കറ്റ് തന്ന് പൊക്കോളും, പൈസ അടച്ചേക്കാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. ഭയങ്കര മര്യാദക്കാരാണ് ഇവിടുത്തെ പോലീസുകാർ. നമ്മളെ പീഡിപ്പിക്കില്ല. പിന്നെ പറഞ്ഞേക്കാരുന്ന വിവരം അറിയാതെ വേറെ വിഷയം. പൊതുവേ വളരെ ജനറൽ മാന്യമായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെയുള്ളത്. വണ്ടി ഓവർ സ്പീഡായി, ഇനി പോലീസുകാരുടെ വണ്ടിക്കിട്ട് മേടിച്ചാൽ പോലും അവരൊന്നും പറയില്ല. ഇന്നാളെ എനിക്ക് അങ്ങനെ പറ്റി. എയർപോർട്ടിൽ പോയതാണ്. ഒരു പോലീസുകാരൻ്റെ വണ്ടിയുടെ വ്യൂമർ ഇടിച്ച് പൊളിച്ചു. അയാൾ ഒന്നും പറഞ്ഞില്ല. ഡ്രൈവേഴ്സ് ലൈസൻസ് മേടിച്ചു, റിപ്പോർട്ട് എഴുതിയെടുത്ത് പൊക്കണം പറഞ്ഞു. നാട്ടിലെങ്ങാനും ഒരു പോലീസ് വണ്ടിക്കിട്ട് ഇടിച്ചാൽ തീർന്നില്ലേ. തെറിയാണോ ചവിട്ടാണോ അടിയാണോ കിട്ടണമെന്ന് ദൈവത്തിനറിയാം. ഒന്ന് പോറിയാൽ മതി, അല്ലെ തൊട്ടാ മതി. അയ്യോ, പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കിടെ ബോധപൂർവമല്ലാത്ത തെറ്റുകളൊക്കെ അവർ ക്ഷമിക്കും. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. പോലീസുകാരൻ്റെ വണ്ടി നന്നാക്കി. എൻ്റെ വണ്ടിക്ക് പിന്നെ ഒന്നും പറ്റിയില്ല. എൻ്റെ മിററല്ല അടിച്ചത്, സൈഡാണ് കൊണ്ടുപോയി ഉറച്ചതുകൊണ്ട് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു സ്ക്രാച്ച് വന്നേ. അതുകൊണ്ട് പിന്നെ എനിക്ക് കാശൊന്നും പോയില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കാശ് പോയി. പുള്ളിയുടെ ജീപ്പ് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ജീപ്പല്ല, SUV. പുള്ളി ഇങ്ങനെ കൈ കാണിച്ചു, പോട്ടെ 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 എന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി ചെന്നിട്ട് ഇടിച്ച് പുള്ളിയുടെ മിറർ ഇടിച്ചങ്ങ് പൊളിച്ചു. എന്ത് ചെയ്യാനാ. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റുമെന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരനും ഒരു ഇടി കിട്ടും ചിലപ്പോൾ. അത് നമ്മുടെ കുഴപ്പം കൊണ്ടാട്ടോ, പുള്ളിയുടെ കുഴപ്പം കൊണ്ടില്ല. നമ്മൾ ശ്രദ്ധിച്ചില്ല വണ്ടി എടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് പോലീസുകാരനും ഒരു ഇടി കിട്ടും വല്ലപ്പോഴും. പിന്നെ പോലീസുകാർ കൊണ്ടുപോയി ഇടിപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. സ്പീഡ് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയല്ലേ അവന്മാർ. പുറകിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് നിർത്തും, റോട്ടിൽ നിന്ന് ഇടിച്ച് പുറത്തേക്ക് തെറിപ്പിക്കും. അത് കാണേണ്ടതാണ്. ഈ ഇവിടെ വന്നിട്ട് ഉണ്ടായൊരു പ്രത്യേകത, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അതുപോലെ തന്നെ ഭൂരിപക്ഷം പോലീസുകാരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. ഓടിപ്പോകാൻ ശ്രമിച്ചാൽ ഓടിച്ചിട്ട് പിടിക്കും. ഓ ഫോണ്ടസ്റ്റ് വീക്കസ്റ്റ് ബ്ലൈൻഡസ്റ്റ് ഇറ്റ് ഈസ് ഹി ഹൂം ദൗ സീക്കസ്റ്റ് എന്ന് ഹൗണ്ട് ഓഫ് ഹെവനിൽ പറഞ്ഞ പോലെ, നീ ആരിൽ നിന്ന് ഓടിയാവുന്നോ അവസാനം നീ അവൻ്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. അത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കേട്ടോ. ഇതിപ്പോഴത്തെ പോലീസുകാരെ സംബന്ധിച്ച് ശരിയാണ്. ഓ ഫോണ്ടസ്റ്റ് വീക്കസ്റ്റ് ഫാസ്റ്റസ്റ്റ്, എത്ര വേഗത്തിൽ ഓടിയാലും അവസാനം നീ എൻ്റെ കയ്യിൽ വന്ന് വിടും എന്നാണ് അവർ പറയുന്നതും അവർ കൊടുക്കുന്ന സന്ദേശവും. അത് സത്യമാണ്. എത്ര വേഗത്തിൽ ഓടിയാലും അവർ ഓടിച്ചിട്ട് പിടിക്കും, യാതൊരു സംശയം വേണ്ട. നീ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണേലും അവർ വണ്ടി നിർത്തും, കക്ഷടിയിലെടുത്ത് കൊണ്ടുപോകും. ഒരു രസകരമായ കാഴ്ചയാണ്. രസം എന്ന് പറഞ്ഞാലേ ആ ത്രില്ല് അടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ സിനിമ കാണുന്നതിനേക്കാളും ത്രില്ലാണ് അത് ഒറിജിനൽ ആയതുകൊണ്ട്.
സിനിമയിലെ കാർ ചേസ് എന്നൊരു ചേസേ അല്ല എൻ്റെ നോട്ടത്തിൽ ഇവർ കണ്ടു കഴിഞ്ഞു. ഓ, കണ്ണു തള്ളിപ്പോ. എന്നാൽ അത് കാണുന്ന പലരും കാണുന്നുണ്ട്. എന്നാൽ പിന്നെ എൻ്റെയും ഗതി ഇതാണ്, ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട, പോലീസുകാരൻ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിർത്തി കൊടുത്തേക്കുക, എന്ത് വന്നാലും എന്ന ബോധം വരില്ല. ദേ കിടക്കണം, ഒരാളെ പിടിച്ചിട്ടുണ്ട് ഇടതുവശത്ത്. കർത്താവേ, ഒരാൾക്ക് ടിക്കറ്റ് കിട്ടി, സാരമില്ല. ഒരു 100-150 രൂപ ഡോളേഴ്സ് പോയി കിട്ടും. ലോയറെ വിളിക്കുകയാണെങ്കിൽ ഒരു $150 കൂടെ പോയി കിട്ടും, അത്രേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാതെ എന്ത് ത്രില്ലല്ലേ. വല്ലപ്പോഴും ടിക്കറ്റൊക്കെ കിട്ടി അതിൻ്റെ ഫൈനൊക്കെ അടച്ച് പോകുന്നതാണ് ജീവിതത്തിൻ്റെ ത്രില്ല്. ഇതൊന്നും കിട്ടാതെ ഇങ്ങനെയൊന്നും ശുദ്ധമായിട്ട് ജീവിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് എന്താ ഗുണം? അല്ല, എന്താ ത്രില്ല്? ഒരു ത്രില്ലും ഇല്ല. വല്ലപ്പോഴൊക്കെ ഒരു പോലീസൊക്കെ നിർത്തി, എന്താ സാർ നിങ്ങളിങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവേഴ്സ് ലൈസൻസ് തരൂ, ഇൻഷുറൻസ് കാർഡ് തരുമെന്ന് പറഞ്ഞത് വാങ്ങിക്കുന്നു. കമ്പ്യൂട്ടറിൽ പോയി അതിൻ്റെ ഡീറ്റെയിൽ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് തന്നു. സർ, ഇത് കയ്യിലിരിക്കട്ടെ, സമയമുള്ളപ്പോൾ കോടതിയിൽ പോയി കാശടയ്ക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. ചാലഞ്ച് ചെയ്താൽ പലപ്പോഴും നമ്മൾ തോറ്റുപോകും. കാരണം അവരുടെ കയ്യിൽ സ്പീഡോമീറ്ററും കാര്യങ്ങളും സ്പീഡ് മെഷർ ചെയ്ത കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്. നമ്മളെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഓടിച്ചില്ല സാർ, സാർ അങ്ങനെയല്ല സാർ, ഞാൻ ഓഫീസിൽ പോകുമായിരുന്നു. ചിലർ പറയും, സാർ ഞാൻ ഓഫീസിൽ താമസിച്ചാണ് പോകുന്നത് സാർ, അതുകൊണ്ട്. അല്ലെങ്കിൽ പറയും, സാർ ഞാനൊരു ഡോക്ടറാണ് സാർ. സാധാരണ ഡോക്ടർമാരെയും പുരോഹിതന്മാരെയൊക്കെ പോലീസുകാർ ചിലപ്പോൾ ടിക്കറ്റ് കൊടുക്കാതെ വിടാറുണ്ട്. കാരണം അവർ അന്ത്യകുദാശ കൊടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റ് കൊടുക്കാറ്. അല്ലെങ്കിൽ എമർജൻസി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ സ്പീഡിങ്ങിന് ടിക്കറ്റ് കൊടുക്കാറില്ല, ചിലപ്പോൾ ഒഴിവാക്കി വിടും. അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ അതല്ലാന്ന് കണ്ടാൽ ടിക്കറ്റ് കിട്ടും. എനിക്ക് ചിലരെ അറിയാം, അവർ ഡോക്ടേഴ്സിൻ്റെ ടാഗും ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവരെ കൊടുക്കാറില്ല. അതുപോലെ ഫേസിൽ ടാഗ് ഉണ്ടാവും, വണ്ടിക്കും ഉണ്ടാവും, ഒരു പക്ഷേ അവരുടെ കഴുത്തിൽ ഉണ്ടാവും, ലൈസൻസിലുണ്ടാവും. അപ്പോൾ അവർ വല്ല ഹോസ്പിറ്റൽ വിസിറ്റിന് പോവുകയാണ്, ആ സമയത്താണ് പോലീസ് നിർത്തുന്നതെങ്കിൽ സ്പീഡിൽ പോയി അറിയാതെ, ചിലപ്പോൾ പോലീസ് നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഓക്കെ പൊയ്ക്കോളൂ എന്ന് പറയും. നാട്ടിലെനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ പോയപ്പോൾ അവർ വണ്ടി നിർത്തി, കയ്യിൽ ഇൻഷുറൻസ് പേപ്പർ ഇല്ല. എല്ലാവരോടും പറഞ്ഞു കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായ സബ് ഇൻസ്പെക്ടറോട് ചോദിച്ചു, സാർ കോടതി പോകണോ സാർ, ഒഴിവാക്കാമോ? എന്തോ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം ആ ടിക്കറ്റ് വാങ്ങിച്ച് കീറി കളഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട, എന്നെ ഇൻഷുറൻസ് കൊണ്ടുവന്ന് കാണിച്ചു തന്നാൽ മതി. ഞാൻ പിന്നെ വീട്ടിൽ പോയി ഇൻഷുറൻസ് കാർഡ് എടുത്തുകൊണ്ട് വന്നില്ല, ഇൻഷുറൻസ് പേപ്പർ എടുത്തുകൊണ്ട് വന്നു, അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം തൃപ്തനായി. ഞാനൊരു വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. അദ്ദേഹത്തിനും സന്തോഷം, എനിക്കതിലേറെ സന്തോഷം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ല പോലീസുകാരുണ്ട്, പറഞ്ഞ കാര്യം മനസ്സിലാകും. സാധാരണ നാട്ടിലെ പോലീസുകാരനെ ചെയ്യാറില്ല, എന്നാലും ഇദ്ദേഹം അത് എനിക്ക് ചെയ്തു തന്നു. എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷേ എൻ്റെ മുഖത്തെ ദൈന്യത കണ്ടിട്ടോ അല്ലെങ്കിൽ സത്യസന്ധത കണ്ടിട്ടോ എന്തെന്നറിയില്ല കേട്ടോ, ഒരു കാരണമില്ല. പക്ഷെ എനിക്കെന്താ ചോദിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ ചുമ്മാ ചോദിക്കാൻ തോന്നി, സാർ ഒഴിവാക്കാമോ സാർ? എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ സാർ പറഞ്ഞു വേണ്ട, ടിക്കറ്റ് മേടിച്ചു, അതിങ്ങ് തരാൻ പറഞ്ഞു, ഞാനത് കൊടുത്തു. അദ്ദേഹം അത് കീറി കളഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു. വളരെ സന്തോഷമായിരുന്നു അന്നേ ദിവസം. ഫ്രണ്ടിലൊരു ഒരു GLE 350 ബെൻസാണ് കിടക്കുന്നത്. നമ്പർ കണ്ടോ, HVH അങ്ങനെയാണോ, HIV എന്നാണോ എന്താണെന്ന് അറിയത്തില്ല. ഒരു വിചിത്രമായ നമ്പറാണ്. ചൂസ് ചെയ്തായിരിക്കും. HVH1 ആണ്, HVH1 ചോദിച്ച് മേടിച്ച നമ്പറാണ്. ഇവരുടെ ഇഷ്ടമുള്ള നമ്പർ പ്ലേറ്റ് കിട്ടാൻ വലിയ കാശൊന്നും കൊടുക്കണ്ട, നിസ്സാര രൂപ $10-15 കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. നാട്ടിലാണ്
ലക്ഷങ്ങളും എടുത്ത് ഇഷ്ട നമ്പർ മേടിക്കുന്ന ആൾക്കാർ വട്ടല്ലേ. വണ്ടിക്ക് ഇപ്പോൾ ഏത് നമ്പർ ആയാലും വണ്ടി ഓടിയാൽ പോലെ. ഇനിയിപ്പോൾ 333, 444, 1, 2, 3 ഒക്കെ കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ നമ്പർ പ്ലേറ്റ് കൊണ്ട് വല്ലതും നമുക്ക് വല്ല ഗുണമുണ്ട്? വണ്ടിയുടെ പുറകിലും മുന്നിലും വെക്കേണ്ട സാധനം. അതിനുവേണ്ടി ആൾക്കാർ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ലക്ഷങ്ങൾ മുടക്കും. ഫാൻസി നമ്പർ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ഫാൻസി നമ്പർ? ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ അത് എങ്ങനെ ചിലവാക്കണം, എങ്ങനെ അത് പ്രകടിപ്പിക്കണം, പുറമേ കാണിക്കണം എന്ന് തോന്നുന്നവർക്ക് അതൊരവസരമാണ് കേട്ടോ. എൻ്റെ കാറിൻ്റെ നമ്പർ ഫാൻസി നമ്പറാണ്, നോക്കൂ, ഞാനിതിന് ഇത്ര ലക്ഷം രൂപ കൊടുത്തു, നിങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യമാണ് എന്ന് പറയുന്ന ഒരു മനോഭാവമുള്ള ചില മനുഷ്യരുണ്ട്. അതെന്തായിരിക്കും? ഒരു തരം മാനസികാവസ്ഥ ആയിരിക്കുമല്ലേ? എനിക്ക് തിരിച്ചിട്ട് അങ്ങനെ മാനസികാവസ്ഥ ഇല്ല. എന്ത് നമ്പറാണെങ്കിൽ എന്താ? നമ്മുടെ നമ്പർ എത്ര കൃത്യമാതിരിക്കുന്നു അത്രയും നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ കൃത്യം നമ്പറൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാൻസി നമ്പറാണെങ്കിൽ അത് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എല്ലാവർക്കും. അതുകൊണ്ട് നമ്പർ എത്ര ഒബ്സ്ക്യൂർ ആകുന്നു അല്ലെങ്കിൽ എത്ര അൺപോപ്പുലർ ആകുന്നു അത്രയും നല്ലതാണ് നമ്മുടെ നമ്പർ എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ കൊണ്ട് ഇടിച്ചു, ഇത് ഇന്നയാളുടെ വണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പത്രത്തിൽ വരും, ടി വിയിൽ വരും, കൂടെ ഫോൺ കോളുകൾ വരും, പ്രശ്നമാകും. അപ്പോൾ പ്രൈവസിക്ക് എപ്പോഴും നല്ലത് ഗവൺമെൻറ് തരുന്ന നമ്പർ അതങ്ങ് എടുത്ത് വെച്ചേക്കുക. പൈസയും ചിലവില്ല, പോലീസും പിടിക്കാൻ സാധ്യത കുറവാണ്, നാണക്കേടും കുറഞ്ഞു കിട്ടും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ചിലർക്ക് അത് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങൾ നമ്പർ വാങ്ങിച്ചവരെയൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഞാനൊരു അവസ്ഥ പറഞ്ഞതാണ്, സാഹചര്യം. ഇന്നാളെ എന്നോടൊരുത്തം പറഞ്ഞേ, അവൻ്റെ നമ്പറിൽ കൃത്യം പേരെഴുതുന്നുണ്ട് സാബു എന്ന്. അപ്പോൾ അത് കണ്ട് വേറൊരു മലയാളി പറയാം, എൻ്റെ പിന്നെ ഇതിപ്പോൾ ഈ നമ്പർ എഴുതി വെച്ചിട്ട് നമുക്ക് ഈ വണ്ടിയും കൊണ്ട് ഇപ്പോൾ ഒരു മസാജ് പാർലറിൽ പോകണമെന്ന് വെച്ചാൽ പറ്റുമോ? അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ നമ്മൾ അവിടെ കിടക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. അല്ലെ നമുക്കൊന്ന് ബാറിൽ പോകണമെന്ന് വിചാരിച്ചാൽ വേറെ മലയാളി വന്നാൽ സാബു കൂടി ഉണ്ടല്ലോ എന്ന് പറയും. അപ്പം നമ്മൾ മറ്റുള്ളവരെ നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞറിയിക്കുക, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇന്ന സ്ഥലത്താണ്, ഇന്ന വീട്ടിലാണ്, ഇന്ന പബ്ബിലാണ്, ഇന്ന പാർക്കിലാണ് എന്ന് പറയുക നേരെ പോകുന്നവരോട്. അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അങ്ങനെ പറയുന്ന ഒരു സന്തോഷവും സമാധാനവും ആ ഒരു 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 പിന്നെ ത്രില്ലുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. പക്ഷെ എൻ്റെ ഒരു സംശയം, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഈ ചേട്ടൻ്റെ അടുത്തോട്ട് തിരിഞ്ഞു പോകാനുള്ളതാണ്. പൊടെ ഒരു കൊച്ചു കയറ്റമാണ്, ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ കയറ്റിക്കും. എന്താന്ന് പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞാൽ കയറ്റവും ഇറക്കമൊക്കെ നടന്നതാണ്. ചിലപ്പോൾ കുത്തിറക്കായിരിക്കും, ചിലപ്പോൾ കുത്തം കയറ്റമായിരിക്കും, ചിലപ്പോൾ കുണ്ടും കുഴിയുള്ള റോഡായിരിക്കും, ചിലപ്പോൾ വളരെ സ്മൂത്ത് റോഡായിരിക്കും. എങ്ങനെ പോയാലും നമ്മൾ അവിടെ എത്തൂട്ടോ. നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിയിരിക്കും. റോഡ് ഇച്ചിരി മോശമായാലും എന്താ, നമ്മളവിടെ എത്തും. റോഡിനെ കുറ്റം പറഞ്ഞിട്ടോ വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റി കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഓടിക്കുക, ഓടുന്നത് വരെ ഓടിക്കുക, എത്തുന്നത് വരെ ഓടിച്ചുകൊണ്ടേയിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓട്ടം പൂർത്തിയാകുമ്പോൾ നമ്മുടെ ജീവിതം പൂർത്തിയായെന്ന് പറയാം അല്ലേ? പൗലോസ്ലീഹ പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോ വണ്ടിയും അതാ പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ ഡ്രൈവർ എന്നിൽ, എൻ്റെ ഓണറോ എൻ്റെ ഡ്രൈവറോ എന്നിൽ അർപ്പിച്ച് വിശ്വാസം ഞാൻ പൂർത്തിയാക്കി എന്ന് പറയുന്നതാണ് ഓരോ വണ്ടിയല്ലേ. ഈ വണ്ടിയെ സംബന്ധിച്ച് ആ ബിബ്ലിക്കൽ വാചകം കുറേ കൂടെ കറക്റ്റ്. അത് നിരന്തരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവറോ അല്ലെങ്കിൽ ഓണറോ പറയുന്ന പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് തകർന്നു വരെ. എന്തൊരു വിശ്വസ്തനാണ് ഈ വണ്ടി. ഈ വണ്ടി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താനല്ലേ? തെണ്ടി കുത്തോളം എടുത്തു പോയി, കഷ്ടം. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണേ. അപ്പോൾ ഇനി അടുത്തതിനകത്ത് കാണാം. ബൈ.